നിങ്ങൾ കൂറ്റനാട് നേർച്ച കാണാത്തവരാണോ എങ്കിൽ എൻ്റെ കൂടെ പോരുന്ന്. കൂറ്റനാടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ 3 ദിവസം കേട്ടോ ഇപ്രാവശ്യം കൂറ്റാണ് നേർച്ച ഉണ്ടായത്. ആനപ്പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് വേറൊരു ദിവസത്തിന് അവർ മാറ്റി വെച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ എത്തി. നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് രസമല്ലേ ഇത് കാണാൻ. ഈ രാത്രിക്ക് വരാനാട്ടോ നല്ല രസം കാണാൻ. ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റായത്. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ പള്ളിയിൽ കയറിയിരുന്നത് സിയാത്തൊക്കെ ചെയ്ത് കേട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കൊടിയേറിയത് രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾ കൊടിയേറ്റം കൂടി ഒന്ന് എടുത്ത് ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. പിന്നെ മക്കൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഐസ്ക്രീം മസ്റ്റാണല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ അവർക്ക് മേടിച്ച് കൊടുത്ത് മെല്ലെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ കളിപ്പാട്ട സെക്ഷനിൽ പോയി. ഇപ്രാവശ്യം കച്ചവടക്കാരൊക്കെ കമ്മിയാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നും കാണാണ്ടായിരുന്നില്ല. ഈ കളിപ്പാട്ടങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കണ്ണിലൊടുക്കിയ സാധനമായിരുന്നു കേട്ടോ ഇത്. എത്ര വാങ്ങിയിട്ടിരിക്കണമെന്നറിയോ. എനിക്കിതിലെ കളർ ഇഷ്ടമെന്നുണ്ട്. ഗ്രേ കളറും ബ്ലാക്കും കൂടിയിട്ടുള്ളതാട്ടോ. ഞാൻ കുറേ വാരിയിട്ടുണ്ട്. ഒരു ചെറുതായിട്ടൊന്ന് നെസ്റ്റ് അടിച്ചു കേട്ടോ. പക്ഷേ ഞാൻ ഇതിട്ട് കഴിഞ്ഞാൽ പൊട്ടുമല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് ഞാൻ അതിലേക്ക് പിന്നെ തിരിഞ്ഞില്ല കേട്ടോ. പിന്നെ നേർച്ചകളിലാണല്ലോ നമ്മൾ ഈ സാധനമൊക്കെ വീട്ടിലേക്ക് മേടിക്കാറ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് മേടിച്ചിട്ടോ. പിന്നെ അങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കുറച്ച് കണ്ടിരുന്ന് പിന്നെ പോകും വഴി ഒരു രസകരമായ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ. അത് ഇതിലോട് ഉൾപ്പെടുത്തണം. അത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.